ഫ്രണ്ട്സ്, എല്ലാവർക്കും നമസ്കാരം. എന്റർടൈൻമെന്റ് കിഴിയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. കിഴി എപ്പിസോഡാണ്. ഒരുപാട് അപ്ഡേറ്റ്സ് കണ്ടെല്ലാം കിഴിക്കാത്തുണ്ട്. കീഴിലേക്ക് പോവാം. കറക്കം അങ്ങോട്ട് എത്തിയില്ല. ടൈല് ഹെഡ് എത്താത്തോണ്ടായിരിക്കും അല്ലേ? ആയിരിക്കാം. ഓക്കെ, കുറച്ചും കൂടി സ്പീഡ് ഉണ്ടായിരുന്നു. കറക്റ്റ് ആയിരുന്നു ടൈല്. ശരിക്കും കൊണ്ടില്ലതേ. ഫസ്റ്റ് വൺ ഖാലിദ് റഹ്മാൻ നസ്ലാൻ ഫസ്റ്റ് റൗണ്ട് പാക്കപ്പ്. അതായത് ഫസ്റ്റ് ഷെഡ്യൂൾ എന്നുള്ളതാണ് ഇവർ ഉദ്ദേശിച്ചിട്ടുള്ളത്. പിന്നെ ഇത് ഇടിക്കൂട്ടിലെ കളിയാണല്ലോ, അതുകൊണ്ട് ഫസ്റ്റ് റൗണ്ട് എന്നാക്കി. എന്തായാലും ഇതിൻ്റെ ഒരു ലൊക്കേഷൻ വീഡിയോ വന്നിട്ടുണ്ട്, കാണാം. ചെറുതാണ് പഠിച്ചിരുന്നു. സംഭവം പോകൂലട്ടോ വരാൻ പോണേ അല്ലേ? ഉറപ്പല്ലേ? യെസ്, ഇതൊരു 100 കോടിയിലേ നിൽക്കുള്ളൂ. അതൊക്കെ മേലെ അതിനുള്ള ടീമും ഉണ്ട് മൊത്തത്തില്. നസ്ലൻ ഈ അവതാരാണത്, അടുത്ത 1.5 അവതാരം. ഓക്കെ, അമൽ നീരത്. വാവ്, സിനിമക്കൊരു പേരുണ്ടല്ലോ, അത് പറയും. ബോഗൻവില്ല. ബോഗൻവില്ല. നീ എന്താ പിന്നെ വായിച്ചായിരുന്നു? 6 ബാഗൻവില്ല എന്നല്ല, അത് ടൈറ്റിലിന്റെ ഫസ്റ്റത്തെ എഴുത്തില് ആ ബോഗൈൻ എന്നുള്ളതിന്റെ അത് 6 ആയിട്ടാണ് എഴുതിയേക്കുന്നത്. 6 ബാഗൻവില്ല. കൊള്ളാം. മറ്റൊന്ന് ഇറട്ടെ, വേറെ സാധനം ഇനിയുണ്ടോ? 6 വില്ലേജ്. എന്താണെങ്കിലും സിനിമയുടെ ഫസ്റ്റ് ലുക്ക് പോസ്റ്റർ ഇന്നലെ വന്നിട്ടുണ്ട് കേട്ടോ. റെഡിൽ തന്നെ, റെഡ് വിട്ടിട്ട് ഒരു പരിപാടി. അതായത് കഥാപാത്രങ്ങളൊക്കെ ആദ്യം ഓരോന്നായി തന്നിട്ട് ഇവരെ ഒരൊറ്റ പോസ്റ്ററിൽ അണിനിരത്തി. അതാണ് ബോഗൻവില്ലയുടെ ഫസ്റ്റ് ലുക്ക് പോസ്റ്റർ. പറഞ്ഞതിനകത്തും പോയിന്റ് ഉണ്ട് കേട്ടോ. എന്താ 6 എന്നുള്ളത്? അത് അതിനകത്തൊരു കണക്ക്. അതാണ് 6 ക്യാരക്ടേഴ്സിനെ കാണിച്ചിട്ടുണ്ട്. കൊള്ളാം. അപ്പോൾ 6 ബോഗൻവില്ല. അതാണ് നമ്മുടെ അമൽ നീരത് ഒരുക്കുന്ന അടുത്ത അഡാറ് മുതൽ. പന്നിയും പട്ടിയും അതാണ് ഇവരെ ആദ്യം നമുക്ക് തന്ന ക്യാരക്ടേഴ്സ്. അതാണ് ഇതിൻ്റെ അനൗൺസ്മെൻറ്റിൽ ആദ്യം ആ ഒരു പന്നിയെയും പട്ടിയെയാണ് കാണിച്ചിരുന്നത്. പിന്നെ അവർ നമ്മുടെ ചാക്കോച്ചൻ, പിന്നെ ഫഹദ് ഫാസിൽ, പിന്നെ അതിനുശേഷം നമ്മുടെ ഇതിലെ പ്രധാന വേഷത്തിലെത്തുന്ന ജ്യോതിർമയി. അതായത് ആൾക്ക് വളരെ വലിയ ക്യാരക്ടറാണെന്നുള്ളതാണ് കേട്ടത്. പിന്നെ നമ്മുടെ ഷറഫുദ്ദീൻ, വീണ നന്ദകുമാർ, പിന്നെ സൃന്ദ, ഇത്രയും പേരാണ് പ്രധാന വേഷത്തിലെത്തുന്നത്. എന്തായാലും ബോഗൻവില്ല എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു ഫ്ലവറിന്റെ പേരാണെന്നുള്ളതാണ് നമ്മൾ അറിഞ്ഞു കേട്ടോ. അതുകൊണ്ട് തന്നെ ആയിരിക്കും 6 പൂക്കൾ. അതെ, 6 പേരുടെയും ക്യാരക്ടർ. അതായത് പല ഷെയ്ഡുകൾ വരുന്ന, പല സ്മെല്ലുകൾ വരുന്ന, പല രൂപം, പല നിറത്തിൽ വരുന്ന പൂക്കൾ. എന്താണെങ്കിലും ഭീഷ്മപർവത്തിന് ശേഷം അമൽ നീരദിന്റെ ഒരു കിടക്കാഴ്ച ഏറ്റവും കൂടി വരുന്നു. കാത്തിരിക്കാം. പിന്നെ അല്ല. ഓക്കെ, അടുത്ത കിഴി ഗുരുവായൂർ അമ്പല നടയിൽ ബേസിൽ ജോസഫും പൃഥ്വിരാജും പ്രധാന വേഷത്തിലെത്തിയ സിനിമയാണ്. സിനിമ 90 കോടി കഴിഞ്ഞു എന്നുള്ളതാണ് പൃഥ്വിരാജ് പ്രൊഡക്ഷൻസ് അറിയിച്ചിരിക്കുന്നത് ഒഫീഷ്യലായിട്ട്. കൊള്ളാം, ഗംഭീരമാട്ടെ. 10 ദിവസം കൂടി കഴിഞ്ഞാൽ 100 കോടി. 110 എഴുതിക്കും ഞങ്ങൾ. 110 എഴുതുള്ളൂ. 10 ദിവസം കഴിഞ്ഞാൽ 110 എഴുതും. ഒരു 2 ദിവസം കൊണ്ട് 120 എഴുതും. മാക്സിമം ഞങ്ങൾ കൊണ്ടുപോയിട്ട് ഒരു 130 എഴുതും. മാർക്കോ സിനിമയില് അഭയനാഥ് പ്രസാദ് ഓൺ ബോർഡ് ആയിട്ടുണ്ട്. ഒരു കുഞ്ഞു പയ്യൻ. ഇതിന് മുന്നേ എവിടെയും കണ്ടു പരിചയമുണ്ടോ? ഇല്ല, കണ്ടു പരിചയമല്ല. പരിചയമൊന്നുമില്ല കേട്ടോ. മുൻപ് ഇനി വല്ലതിലും അഭിനയിച്ചിട്ടുണ്ടോ നമുക്ക് അറിയാം കേട്ടോ. എന്തായാലും അടുത്ത കിഴി. ഓക്കെ, തുപ്പാക്കി സിനിമ റിലീസിനെത്തുന്നു 21 ജൂൺ 21. യെസ്, നമ്മുടെ ദളപതി വിജയുടെ ബർത്ത്ഡേയുടെ
തലേ ദിവസം യെസ്. ഒരുപാട് സിനിമ വരുന്നുണ്ട് കേട്ടോ. ഇവരെല്ലാം വില്ല്, എല്ലാം കൂടി തുപ്പാക്കി, ഇറക്കിയിട്ടേ കോളാക്കും തോന്നുന്നു. കത്തി ഉണ്ടോ? കത്തിയില്ല, വില്ലുണ്ട്, തുപ്പാക്കിയുണ്ട്, പോക്കിരി ഉണ്ട്, പോക്കിരി ഉണ്ട്, പിന്നെ ഏതായിരുന്നു ഏതോ ഒന്നുകൂടി ഒന്നുകൂടെ ഉണ്ട്. എല്ലാം ഇറക്കി വിടി, കാണട്ടെ എല്ലാവരും. വെറുപ്പിക്കരുത്, ഇത്രേ ഉള്ളൂ. സത്യമായിട്ടും കേട്ടോ, സത്യം. ഒരെണ്ണമൊക്കെ വരിക എന്ന് പറഞ്ഞാൽ രസമാണ്. അതെ, ഇപ്പൊ ഗില്ലി വന്നു, അതൊക്കെ റിലീസ് ചെയ്യേണ്ട സിനിമ കൂടിയാണ്. പക്ഷെ ഇതെല്ലാം കൂടി ഒരുമിച്ച്, അതും വില്ലൊക്കെ. അടുത്തത് വില്ല് കുരുവി കൂടി ഇറക്കി വിടി അല്ലേ? പ്രാവ്. പ്രാവ്, കുരുവി, എൻ്റെ അമ്മോ. അയ്യോ. അടുത്തത് ഗാങ്സ് ഓഫ് ഗോദാവരി. സിനിമയുടെ OTT റിലീസ് ഡേറ്റ് വന്നിട്ടുണ്ട് ജൂൺ 14 നെറ്റ്ഫ്ലിക്സിൽ. ഓക്കെ, കഴിഞ്ഞ ഒരു അധികം സമയം ഒരാഴ്ച ആയിട്ടുള്ള ഇറങ്ങിയിട്ട് സിനിമ റിലീസായിട്ട്. അതിനു മുൻപ് അപ്പൊ അത്രേ ഉണ്ടാവുള്ളൂ. എന്താണാവോ. ഓക്കെ, അടുത്ത കിഴി ടോക്സിക്. ടോക്സിക് സിനിമയിൽ ആരാണ് വില്ലൻ? വില്ലനാണോ വില്ലത്തിയാണോ? വില്ലത്തിയാണ്. നമ്മുടെ ഹുമാ ഖുറേഷി ആളിതിൽ പ്രധാന ആൻറ്റഗോണിസ്റ്റ് റോള് ചെയ്യുമെന്നുള്ളതാണ് കേൾക്കുന്നത്. ഇതാണെങ്കിൽ മറ്റൊരു വില്ലനും കൂടി ഉണ്ടാവും കേട്ടോ. ആ വില്ലനാണ് നമ്മുടെ യാഷ്. വില്ലനാണോ? അല്ലല്ലോ. അതായത് വില്ലന്മാരുടെ മാത്രം കഥ പറയുന്ന സിനിമ. KGF ആൾറെഡി വില്ലന്മാരുടെ മാത്രമാണ്. സത്യം. അതിലെ ഏറ്റവും വലിയ ഗ്യാങ്സ്റ്റർ, നാടിനെ ആപത്തായ ഒരു വ്യക്തി അല്ലേ? അടുത്തത് ഗെയിം ചേഞ്ചർ. സിനിമയുടെ ഒരു ലൊക്കേഷൻ സ്റ്റീലിൽ പുറത്തു വന്നിട്ടുണ്ട്, കാണാം. ഓക്കെ, അതെ, പ്രാർത്ഥനയിലാണ്. പ്രാർത്ഥിക്കട്ടെ. നമ്മുടെ റാമോജി റാവു അല്ലേ, ആൾക്ക് വേണ്ടിയുള്ള പ്രാർത്ഥനയിലാണ്. എന്തായാലും ലൊക്കേഷൻ സ്റ്റീലാണല്ലോ, തീർച്ചയായിട്ടും. എന്തായാലും ശങ്കർ അവിടെയുണ്ട്, ശങ്കർ ഇവിടെയുണ്ട്, എല്ലായിടത്തും ഉണ്ട്. എങ്ങനെയാണ് ഇങ്ങനെ ഇതൊക്കെ? വിട്ടൂല ഞാൻ. കൽക്കി സിനിമയുടെ ഒഫീഷ്യൽ ട്രailer ഇന്നാണ് വരുന്നത്, ജൂൺ 10. ടൈം എപ്പോഴാന്നുള്ള അറിഞ്ഞൂടാ, പക്ഷേ അതൊരുമാതിരി മോശം പരിപാടി ആയിക്കോട്ടെ. എന്താ അതെ, എപ്പോഴാ വിടുന്നതെന്നുള്ള വരുമായിരിക്കും മേ ബി. അതായത് ഞങ്ങൾ ഈ കിഴി എപ്പിസോഡ് ചെയ്യുന്നത് വരെ വന്നിട്ടില്ല. അതെ, ഓക്കെ. എന്തായാലും ട്രailerൻ്റെ അതായത് തിയേറ്ററിൽ ഇത് പ്ലേ ചെയ്യുന്നുണ്ട്, ചെന്നൈയിലും പിന്നെ ബാംഗ്ലൂരും. അത് 6 മണിക്കാണ് തിയേറ്ററിൽ വരുന്നത്. ഇനി 6 മണിക്ക് തന്നെ ആയിരിക്കുമോ? പറയാൻ പറ്റില്ല. അപ്പം 6 മണിക്ക് തന്നെ ആയിരിക്കും ചാൻസ്, പറയാൻ പറ്റില്ല. എന്തായാലും അത് വെച്ച് നമുക്ക് എന്തായാലും ടൈം കണക്കൂട്ടാൻ പറ്റില്ല. എന്തായാലും പിന്നെ മറ്റൊന്നുണ്ട്, സിനിമയുടെ ഒരു പോസ്റ്റർ വന്നിട്ടുണ്ട്, നമ്മുടെ ദീപിക പദുക്കോണിൻ്റെ പോസ്റ്റർ. ഇപ്പൊ വരുന്നതൊക്കെയുണ്ടല്ലോ, ഫസ്റ്റ് വന്ന പോസ്റ്റർ എന്തായിരുന്നു അവസ്ഥ? അത് കഴിഞ്ഞിട്ട് ഇങ്ങോട്ട് വന്നേക്കുന്ന പോസ്റ്ററുകളെല്ലാം വേറെ ലെവൽ ഐറ്റം. പോസ്റ്റർ ഓർക്കുന്നുണ്ടോ? ഇത് അവര് തന്നെ ഡിലീറ്റ് ചെയ്ത് കളഞ്ഞായിരുന്നു. എന്നിട്ട് അതിന്റെ കളർ ഗ്രേഡിംഗ് ഒക്കെ മാറ്റിയിട്ട് വേറെ രീതിയിൽ അത് ഇറക്കി. അതായത് നമ്മുടെ പുലിമുരുകൻ ഇറങ്ങി നിൽക്കുന്ന പോലെ അതുപോലെ ഒരു പോസ്റ്റർ ഉണ്ടായിരുന്നല്ലോ ഫസ്റ്റ് ലുക്ക്. ഓക്കെ, എന്താ കിട്ടുന്നില്ലേ? സാധനം ഉണ്ടല്ലോ. അടുത്തത് എന്തായാലും ദീപിക പദുക്കോണിന്റെ ലുക്കും പിന്നെ ബാക്ക്ഗ്രൗണ്ടും കാര്യങ്ങളും എല്ലാ സെറ്റും വേറെ ലെവല്. NBK 109 സിനിമയുടെ ടൈം ആയിട്ടില്ല, 11:30 വരുള്ളൂ. ഞങ്ങള് 11 മണിക്കാണ് ഇപ്പൊ ഷൂട്ട് ചെയ്തുകൊണ്ടിരിക്കുന്നത്. 11:30 എന്താ വരുന്നതെന്ന് അറിയില്ല. അനൗൺസ്മെന്റ് ഉണ്ടെന്ന് പറഞ്ഞാൽ ഹീസ് കമ്മിങ് എന്നാണ് കൊടുത്തിട്ടുള്ളത്. സിംഹം അതെ, ഒരു വരവ് വരും അല്ലേ? വരട്ടെ. ഓക്കെ, അടുത്ത കിഴി അങ്ങോട്ട് അല്ലേ? പോന്നോട്ടെ. നമ്മളിപ്പോൾ ചാനലിൽ കുറച്ച് വീഡിയോസൊക്കെ എണ്ണം കുറച്ചിട്ടുണ്ട്. അതിന് കാരണമുണ്ട് കേട്ടോ, അതിൻ്റെതായ കാരണങ്ങളുണ്ട്. അതാണ് നമുക്ക് പറ്റണ്ടേ സമയം. ഓക്കെ, അടുത്ത കിഴി ശിവകാർത്തികേയൻ്റെ 23ാമത്തെ സിനിമ, നമ്മുടെ AR മുരുകദോസ് ഒരുക്കുന്ന സിനിമ. സിനിമയിൽ വിദ്യുത് ജമാൽ ഓൺ ബോർഡ്. ഒരു വീഡിയോ വന്നിട്ടുണ്ട്, നമുക്ക് കാണാം. വില്ലൻ അല്ലേ? ശരിക്കും പറഞ്ഞു കഴിഞ്ഞാലേ, അതായത് വിദ്യുത് ജമാൽ, ലാലേട്ടൻ, പിന്നെ ആരുടെയൊക്കെ പേരാ പറഞ്ഞിട്ടുണ്ടായിരുന്നത്? എന്തായാലും ലാലേട്ടൻ പിന്നീട് ഉണ്ടാവില്ല എന്നൊക്കെയുള്ള റൂമേഴ്സ് വന്നിട്ടുണ്ടായിരുന്നു. പക്ഷെ കാത്തിരിക്കാം, പറയാൻ പറ്റില്ല. ഇതൊക്കെ വെറും റൂമറുകളായിരിക്കാം. കണ്ടപ്പേല് ലാലേട്ടൻ ഇല്ല എന്നൊക്കെ പറഞ്ഞിട്ട് കണ്ടില്ല അനൗൺസ്മെന്റ് വന്നത്. സൗണ്ട് കുറച്ചിടാം അല്ലേ? പാലും വെള്ളത്തിൽ
അത് സെറ്റല്ലേ? കാരവൻ നിർത്തിയിട്ടതല്ലേ? ഓ ചെങ്ങായി തുപ്പാക്കിയില് വന്നിട്ട് പോയതല്ലേ? അതെ, മറക്കാൻ പറ്റുമോ അല്ലേ? ഒന്നരവില്ല. എന്നാലും ആളുടേതായി ലാസ്റ്റ് വന്ന സിനിമ ക്രാക്കാണ്. അതൊരു ക്രാപ്പാണ്. ഓക്കെ, എന്തായാലും വിദ്യുതിച്ചമാൽ എടുക്കാം അങ്ങോട്ട്. അടുത്ത ലാലേട്ടൻ ഭരതൻ മൂവി. അതായത് ഭരതൻ ഒരു ഇന്റർവ്യൂവിൽ പറഞ്ഞതാണ്, ഇന്റർവ്യൂലല്ല ഫേസ്ബുക്ക് ലൈവ്, സോറി ഫേസ്ബുക്ക് ലൈവിൽ പറഞ്ഞതാണ്, ലാലേട്ടനുമായിട്ടുള്ള സിനിമ ഈ വർഷം അവസാനം തുടങ്ങുന്നു. അതായത് ലാലേട്ടന് ഒരു പെർഫോമൻസ് മൂവി ആയിരിക്കും എന്നാണ് പറഞ്ഞേക്കുന്നത് കേട്ടോ. ലവ്, ആക്ഷൻ, പിന്നെ ഇമോഷൻസ്, അങ്ങനെ എല്ലാം കൊണ്ടും നിറഞ്ഞൊരു സിനിമ. പൊളിക്കല്ലേ? അങ്ങനെ ആവട്ടെ. അതിൻ്റെ ഡെപ്തുള്ളൊരു സിനിമ, അതാണ് നമുക്ക് ആവശ്യം. ഓക്കെ, അടുത്ത കിഴി ബബ്ബബ്ബ. ബബ്ബബ്ബ സിനിമ ഷൂട്ട് തുടങ്ങാൻ പോകുന്നു ജൂലൈയിൽ. തുടങ്ങിയിട്ടില്ലായിരുന്നു അല്ല, അത് ആദ്യം തന്നെ ജൂണിൽ തുടങ്ങുമെന്നൊക്കെ പറഞ്ഞുകൊണ്ടിരുന്നു. അതെ, എന്തായാലും ജൂലൈയിൽ തുടങ്ങുമെന്നുള്ളതാണ് കേൾക്കുന്നത്. ഓക്കെ, ധനഞ്ജയ് ശങ്കർ, യെസ്, ആളാണ് സിനിമ സംവിധാനം ചെയ്യുന്നത് കേട്ടോ. സ്ക്രിപ്റ്റ് നൂറിൻ ഷെരീഫിൻ്റെ കെട്ടിയോനും അല്ലേ? വലിയ കാസ്റ്റിംഗ് ആണ്. ധ്യാൻ ശ്രീനിവാസനുണ്ട്, വിനീത് ശ്രീനിവാസനുണ്ട്, ദിലീപുണ്ട്. വിനീത് ശ്രീനിവാസനെ കുറിച്ച് പറയുമ്പോൾ ഇപ്പോൾ ചെറിയ പേടിയാ. സോഷ്യൽ മീഡിയ കത്തിച്ചോണ്ടിരിക്കുകയാണല്ലോ, ഭയങ്കര ട്രോള് വന്നുകൊണ്ടിരിക്കുന്നു. അതെ, ഒരു വെടിക്ക് 3 എണ്ണം. എന്താണിത്? വിടാമുയർച്ചി, കങ്കുവ, വിടുതലൈ പാർട്ട് 2. 3 എണ്ണം. വിടുതലൈ പാർട്ട് 2. 3 സിനിമയും ദീപാവലി റിലീസിലേക്കാണ് പ്ലാനിങ് നടന്നുകൊണ്ടിരിക്കുന്നത്. അങ്ങനെ ഉണ്ടെങ്കിൽ ഒരു വലിയ ക്ലാഷ് ആയിരിക്കും. അജിത്ത് അത് മറ്റേ കങ്കു ഏകദേശം കൺഫേം ആണ്. അവര് ഓരോരുത്തരായിട്ട് ഒന്ന് പറയുന്നുണ്ട്. ദീപാവലിനോ വിടാമുയർച്ചിന്റെ ആണ് സംശയം. വിടുതലയും ഏകദേശം കഴിഞ്ഞിട്ടുള്ള സിനിമയാണ്. കാരണം വിടാമുയർച്ചി ക്ലൈമാക്സ് ഒക്കെ ഷൂട്ട് ചെയ്യാനുള്ളതാണ്. അതെ, അത് ക്ലൈമാക്സ് എന്നല്ല, അതായത് ലാസ്റ്റ് ഷെഡ്യൂൾ. അപ്പം ദീപാവലി ആകുമ്പോഴത്തേക്കും ചിലപ്പോൾ തീരുമായിരിക്കും. തീർന്നാലും സിനിമ അങ്ങനെ ആര് പറഞ്ഞു? ഇവിടെ വിജയിന്റെ അജിത്തിന്റെ സിനിമ ഒരുമിച്ച് ഇറങ്ങിയല്ലേ? അത് വരും, അതല്ല അങ്ങനെയുള്ള പ്രശ്നമൊന്നും അജിത്തിന് തീരല്ല. അങ്ങനത്തെ ഒരു വിഷയം ഉണ്ടാവില്ല. അതാ ഞാൻ പറഞ്ഞത്. അങ്ങനെയാണെങ്കിൽ ഇറങ്ങാൻ ചാൻസും ഉണ്ട്. വേറെ ഏതായാലും വേറെ സിനിമകളൊന്നും അധികം ഇല്ല, പ്ലാനിങ് ഇല്ല. വലിയ നടന്മാരുടെ സിനിമകളൊന്നും ഇല്ല കേട്ടോ. അപ്പം വന്നേക്കാം. എന്താണെങ്കിലും ദീപാവലി പൊളിക്കും. അപ്പം ഇതിപ്പോ മൊത്തത്തിൽ ഓരോ മാസവും പൊളിയാ. അതാ പ്രശ്നം. ഇപ്പൊ എല്ലാം ഏതാണ്ട് എല്ലാ മാസവും ഭയങ്കര വലിയ സിനിമകൾ വരുന്ന മാസങ്ങളായി മാറിയിട്ടുണ്ട്. പഴയ പോലെ ഒന്നല്ല, ഓരോന്നിനും ഉണ്ട്. എല്ലാം വലുതായി, എല്ലാവരും വേറെ ലെവലിലാണ് സിനിമ എടുക്കുന്നത്. ജൂണില് കൽക്കി, ജൂലൈയില് ഇന്ത്യൻ 2, ഓഗസ്റ്റില് പുഷ്പ, സെപ്റ്റംബറില് മറ്റേ ഗോട്ട്, പിന്നെ ഗോട്ട് മാത്രമല്ല, സെപ്റ്റംബറിൽ മറ്റേ ലക്കി ഭാസ്കർ, മറ്റേ ശിവകാർത്തികേയന്റെ വരികയാണെങ്കിൽ അതും ഉണ്ടാവും. പിന്നെ അടുത്തത് വന്നു കഴിഞ്ഞാൽ പിന്നെ വേട്ടയ്യൻ 2-ാം തീയതി സെപ്റ്റംബർ ഒക്ടോബർ 2-ന് വേട്ടയ്യൻ. പിന്നെ മലയാളത്തിലുള്ളത് ഇതിന്റെ കൂടെ പറഞ്ഞിട്ട് വേറെ അതൊരു ലിസ്റ്റേ ഉണ്ട്. എന്താണെങ്കിൽ തകർപ്പൻ വർഷം കേട്ടോ. അതെ, എന്തായാലും പൈസ നന്നായിട്ട് ഇറങ്ങുന്നു. ടിക്കറ്റ് എടുത്ത് ചെലവാ. എന്താണെങ്കിലും കിഴി എപ്പിസോഡോട് തീർന്നിരിക്കുകയാണ്. മറ്റുള്ള വിശേഷങ്ങളുമായിട്ട് ഉടനെ വരാം. ബൈ.